ഇന്ന് ഞാനൊരു ഡിന്നറ് സലാഡായിട്ടാണ് കഴിക്കുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു 200 ഗ്രാം ചിക്കൻ കുരുമുളകിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം. പിന്നെ ഒരു ക്യാരറ്റും ഒരു സവാളയും ഒരു കുക്കുംബറും എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ കുക്കുംബറും ക്യാരറ്റും സവാളയും ഒന്ന് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ബൗളിലേക്കിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറുപയർ പുഴുങ്ങിയത് കൂടി ഉണ്ട്. അതല്പം ഞാനൊരു അല്പം ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം കടുകും ഇട്ട് കറിവേപ്പില ഇട്ട് ഒന്ന് താളിച്ചെടുത്തതാണ്. അതിന് മാത്രം ഒരല്പം ഓയിൽ ചേർത്തിട്ടുണ്ട്. വേറെ ഇതിലൊന്നിലും ഓയിലൊന്നും ചേരുന്നില്ല. ചിക്കൻ വെറുതെ ഒന്ന് പുഴുങ്ങിയെടുത്ത് അതും കൂടിയാണ് എടുക്കുന്നത്. ഞാൻ പുഴുങ്ങിയ ചിക്കൻ കൂടി ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. പ്രഷർ കുക്കറിലാണ് ഞാൻ വേവിച്ചെടുത്തത്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഡിന്നറിൻ്റെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കുള്ള ഒരു സംഭവമാണിത്. അതായത് ഒരു 150 ഗ്രാം ചിക്കനും ഒരു കുറച്ച് ചെറുപയർ പുഴുങ്ങിയതും ഒരു കുക്കമ്പറും ഒരു ക്യാരറ്റും ഒരു സവാളയും ഇതരിഞ്ഞതും. ഇതാണ് ഇന്നത്തെ നമ്മളെ ഡിന്നർ. ഞങ്ങൾക്ക് 3 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണിത്. ഇത് മാത്രം മതി നമുക്ക് ഡിന്നറിന് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഒരു ഹെൽത്തി ഫുഡുമാണ്. പിന്നെ നമുക്ക് ഒരുപാട് അരി ആഹാരമൊന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് ഇത് രാത്രി ഒരു 8 മണിയോടുകൂടി ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ചിക്കൻ നമ്മൾ പുഴുങ്ങിയെടുത്തതാണ്. പയറും പുഴുങ്ങിയെടുത്ത് അല്പം താളിച്ച് എടുത്തതാണ്. വേറെ ഒന്നിലും എണ്ണയോ നെയ്യോ ഒന്നും ചേരുന്നില്ല. ഈ ഫുഡ് നിങ്ങളെല്ലാവരും ഇതുപോലെ രാത്രിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം കേട്ടോ. എന്നിട്ട് കണ്ടിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. ഒരു ലൈക്ക് കൂടെ ഒന്ന് അടിച്ചേക്കണേ. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.